അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് പറയുമ്പോൾ തെറ്റുകൾ സർവ്വസാധാരണമായി വരും. ആ ചെയ്ത തെറ്റുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് പൊരുത്തപ്പെടിച്ച് നല്ലൊരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മുഅ്മിനിൻ്റെ ഒരടയാളം. തെറ്റുകൾ ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ചില തെറ്റുകൾ ഗൗരവമുള്ളതാണ്. നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന 2 തെറ്റുകൾ അത് മനുഷ്യൻ്റെ ആയുസ്സിനെ കുറക്കുമെന്നുള്ളതാണ്. 60 മരിക്കേണ്ടവൻ 30 അങ്ങ് മരണപ്പെട്ടു പോകുന്ന 2 തെറ്റുകൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഹറാമ് ഭക്ഷിക്കുക എന്നുള്ളത്. കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ഭർത്താവിനോട് പറയണം, ജോലി ഒന്നും കിട്ടിയില്ലെങ്കിൽ ഹറാമൊന്നും സമ്പാദിക്കാതെ വീട്ടിലേക്ക് തിരിച്ചു വരിക, ഞങ്ങൾ പച്ചവെള്ളം കുടിച്ചിട്ടെങ്കിലും ജീവിക്കാം, പക്ഷേ ഹറാമിൻ്റെ ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ എന്ന് പറയണം. ഹറാം ആരുടെ വീട്ടിലുണ്ടോ അത് തിന്നാനുള്ള യോഗ്യത അള്ളാഹു നൽകൂല. അവൻ മരണപ്പെട്ടു പോകും, അവൻ്റെ ആയുസ് കുറയും, അവൻ്റെ ജീവിതത്തിൻ്റെ ബർക്കത്ത് നഷ്ടപ്പെടും, രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും. അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബങ്ങളെല്ലാവരെ കാത്ത് രക്ഷിക്കട്ടെ. ഹറാം ഭക്ഷിക്കുന്നവരെ തീർച്ചയായും അവരുടെ ആയുസ് കുറയുമെന്നുള്ളതാണ് മറ്റൊരു തെറ്റ്. ആ തെറ്റിന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഗൗരവത്തിലാണ്. അതായത് അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം. അന്യ പെണ്ണുങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവനിക്ക് ഏറ്റവും ഖൈറ് ചലിപന്നിനെ സ്പർശിക്കലാണ്. ചലിപന്നിനെ, ഒരു ചലിയിൽ കിടന്ന പന്നിനെ സ്പർശിച്ചാൽ അത് ആ സ്പർശിച്ചതിന് പകരം ഒരു 7 തവണ കഴുകിയാൽ അത് ശുദ്ധിയാകും. എന്നാൽ അന്യസ്ത്രീയെ സ്പർശിച്ചാൽ പിന്നെ അത് ശുദ്ധിയാകാൻ വലിയ പ്രയാസമുണ്ട്. ഈ 2 തെറ്റുകൾ ഗൗരവമുള്ള തെറ്റുകളാണ്. നമ്മുടെ നാടിലൊക്കെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശിക്ഷ ഗുരുതരമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്സാരമായി ഇന്ന് നമ്മുടെ പൊതുസമൂഹം ഇത് കാണുന്നുണ്ട്. ഗൗരവമുള്ളതാണ്. ഇപ്പോൾ പരിശുദ്ധമായി ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി തഹജ്ജുദും അതുപോലെ ദുഹാ നമസ്കാരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് സഹോദരിമാർ ഫർദ ധരിക്കാതെ തൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കാട്ടിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നവരൊക്കെയുണ്ട്. സ്ത്രീകൾ മനസ്സിലാക്കുക, നിൻ്റെ ശരീരം മുഴുവനും അന്യപുരുഷൻ്റെ മുമ്പിൽ ഔറത്താണ്. അതുകൊണ്ട് നിൻ്റെ ശരീരം കാട്ടുന്നത് തന്നെ വലിയ ദോഷകരമായൊരു കാര്യമാണ്. നിൻ്റെ ശരീരത്തെ അന്യപുരുഷന്മാർക്ക് നോക്കൽ ഹറാമാണ്. നീ തഹജ്ജുദിൻ്റെ കാര്യവും നിസ്കാരത്തിൻ്റെയും അതുപോലെ സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ നിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം അന്യപുരുഷന്മാർ നോക്കിക്കൊണ്ടത് കേൾക്കുമ്പോൾ അവർ ഹറാമ് കണ്ടുകൊണ്ടല്ലേ അത് കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞ് നല്ലൊരു ജീവിതം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.